Sanju Samson fans in the house, stand up. Samson proven as well. Sanju is the best. சஞ்சு சாம்சனோட வெரி இம்ப்ரெசிவ் ஸ்டார்ட். நமீபியாவோட ஆடி ஒரு அவுட் ஆனாரு. அவ்வளவு போதுமா உங்களுக்கு? Awesome. Sanju Samson did it today. Calcutta loves you, man. Sanju, you're a hero. Superb. Samson was really a very good player. ऐसा मैच नहीं देखा. Sanju Samson and Shivam Dubey's finishing with Tilak Verma's insane partnership. Yeah, he's Jasprit Bumrah. He's too good with the ball. And he's very Sanju Samson, yeah, completely Sanju Samson. Yeah. And I think Hardik had a great innings, and then Dubey actually was quite a stunner in this. And also Sanju Samson. Yes, I was just about to say that. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. എന്താണെന്ന് അറിയത്തില്ല, ഇന്നലത്തെ കളിയിൽ സഞ്ജു 97 റൺ അടിച്ച് കളി ജയിപ്പിച്ചിട്ടും പലരും പറയുന്നത് ദുബൈ 2 4 അടിച്ചത് കൊണ്ടാണ് ജയിച്ചത്, അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യയാണ് കളി ജയിപ്പിച്ചത്, അതുപോലെ തന്നെ ബുംറയുടെ ബൗളിംഗ് കൊണ്ടാണ് ഇന്ത്യ ജയിച്ചത് എന്ന രീതിയിലാണ് പലരും പറഞ്ഞൊപ്പിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ അവരൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കാം. അതെ, ദുബൈ 2 4 അടിച്ചു, 4 ബോളിൽ 8 റൺ എടുത്തു, അവസാനത്തെ 2 ബോളിൽ 4 ആക്കി, അതും സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ 2 4 അടിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ സഞ്ജു ലാസ്റ്റ് ഓവറിൽ ഒരു 6ഉം 4ഉം അടിച്ചില്ലേ. അവിടെ പലരും ഇതിനോടൊപ്പം പറയുന്നൊരു പേരുണ്ട്, ഹാർദിക് പാണ്ഡ്യ ബോൾ ചെയ്തു, അതുപോലെ തന്നെ റൺസ് എടുത്തു. ഇങ്ങനെയൊക്കെയാണ് പലരും വെസ്റ്റ് ഇൻഡീസുമായുള്ള കളിയെക്കുറിച്ച് പറയുന്നത്. അവിടെ പലർക്കും സഞ്ജുവിൻ്റെ പേര് പറയാൻ മടിയാണ്. കാരണം അവരുടെയൊക്കെ മനസ്സിൽ മറ്റാരെങ്കിലും ആയിരിക്കും കളി ജയിപ്പിക്കുക എന്ന വിചാരത്തോടെയായിരുന്നു കളി കണ്ടത്. പക്ഷേ കളി കണ്ടപ്പോഴോ ഇതുപോലൊരു ചേസിങ്, അതായത് 97 റൺസ് എടുത്ത് നോട്ട് ഔട്ടായി നിൽക്കുന്നു. അതൊരു ചരിത്രം തന്നെയാണ്. ഇതിനു മുമ്പ് വിരാട് കോഹ്ലി മാത്രമായിരുന്നു അങ്ങനെ ചേസ് ചെയ്ത്, അതും 82 റൺസ് 2 പ്രാവശ്യം എടുത്ത് കളി ജയിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഇന്നിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും 97 റൺസ് എടുത്ത് അവസാനം വരെ പൊരുതി നിന്ന സഞ്ജു സാംസൺ, അതൊരു പക്ഷേ വിരാട് കോഹ്ലി ചെയ്തതിനേക്കാൾ മേലെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ചില വർത്തമാനങ്ങൾ വരുന്നത്. അവിടെയൊക്കെ വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. ചിലർക്കൊന്നും സഞ്ജു സാംസനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നുള്ള രീതി, അതായത് അദ്ദേഹത്തിൻ്റെ ഫുഡ് വർക്ക് ശരിയല്ല, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ എല്ലാ ബോളും 6 അടിക്കാൻ നോക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് പലരുടെയും പരാതി. പക്ഷേ ഈ വിമർശിക്കുന്നവരൊക്കെ എത്രമാത്രം ഇന്ത്യ വിജയത്തിലോട്ട് എത്തിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് വളരെ കോമഡി ആയിട്ട് തോന്നുന്നത്. അവിടെ സഞ്ജു സാംസൺ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനും പലപ്പോഴും ചിന്തിച്ചിരുന്നു, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റണമോ, അതോ മറ്റുള്ളവരുടെ വിമർശനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണോ എന്നൊക്കെ സഞ്ജു സാംസൺ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ സഞ്ജുവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. ആ വിമർശനങ്ങളെല്ലാം സ്വീകരിക്കാം, അതിനെല്ലാം വിലപ്പെട്ട വാക്കുകളായിട്ട് തന്നെ കാണാം, പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെ പോവുകയാണ്, ഇതിൽ നിന്ന് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു സഞ്ജുവിൻ്റെ പിന്നീടുള്ള പോരാട്ടം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈയിടെ കഴിഞ്ഞ ന്യൂസിലൻഡുമായുള്ള സീരീസ് ഉൾപ്പെടെ സഞ്ജു നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തതാണ്. അതിനുദാഹരണം സഞ്ജുവിനോട് അടുത്ത് നിൽക്കുന്നവർ പലരും വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സഞ്ജു ന്യൂസിലൻഡുമായുള്ള സീരീസിന് മുമ്പ് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നടത്തിയിരുന്നു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നേരത്തെ തന്നെ ഔട്ടാവുകയും വലിയ സ്കോറുകൾ നേടാനും സഞ്ജുവിന് കഴിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അവിടെയും ഓർക്കേണ്ടത്, വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ ഓപ്പണറായി ഇറങ്ങും എന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ മാറ്റിമറിച്ചത് തിലകിൻ്റെ പരിക്കായിരുന്നു. ആ സമയത്ത് തന്നെ ടീമിലുണ്ടായിരുന്ന ഇഷാൻ കിഷന് ചാൻസ് ലഭിക്കുകയും ഫസ്റ്റ് ഓണായിട്ട് ഇറങ്ങുകയും അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തു. അവിടെ നോക്കുമ്പോൾ അഭിഷേകം നല്ല രീതിയിൽ കളിക്കുന്നു, ഓപ്പണറായി വന്നിരുന്ന സഞ്ജു മാത്രം തിളങ്ങുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ആദ്യത്തെ 3 മത്സരങ്ങളിൽ റണ്ണൊന്നും എടുക്കാതിരുന്ന സമയത്ത് സഞ്ജുവിന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഉത്തപ്പയോട് സഞ്ജു പറഞ്ഞൊരു വാക്ക്. അത് സഞ്ജു തന്നെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സഞ്ജുവിൻ്റെ കോൺഫിഡൻസ് എവിടെയോ ചോർന്നു പോയി എന്ന്. ചിലപ്പോൾ മറ്റുള്ളവരെല്ലാം നല്ല രീതിയിൽ കളിക്കുന്നു, താൻ മാത്രം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നില്ല. അതായത് വേൾഡ് കപ്പിലുള്ള സ്ക്വാഡിൽ എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നു, താൻ മാത്രം കളിക്കുന്നില്ല. അവിടെ ഫുഡ് വർക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്. സഞ്ജു ക്രീസിൽ നിന്ന് കുറേ ഡീപ്പായിട്ട് ഇറങ്ങി ബാറ്റ് ചെയ്യുന്നു, സ്പിൻ ബോൾ പോലും അങ്ങനെ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സഞ്ജുവിനെ കൂടുതൽ വിമർശിക്കുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ അവിടെ ആലോചിക്കണം, ഇതേ ഒരു രീതി ഫോളോ ചെയ്താണ് ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി അടിച്ചത്. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയിൽ പോയി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറി അടിച്ചു. അന്നൊക്കെ വാനോളം പുകഴ്ത്തിയവർ പിന്നീട് സ്കോർ ചെയ്യാത്ത അവസരങ്ങളിൽ ഇതൊക്കെ കുറ്റമായിട്ട് കൊണ്ടുവരും. ആ സമയത്ത് ഏത് വലിയ ബാറ്റ്സ്മാനായാലും ആ വിമർശനങ്ങൾക്ക് അടിമപ്പെട്ട് പോകും. അവിടെയാണ് സഞ്ജു മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നൽ സഞ്ജുവിന് തന്നെ ഉണ്ടായത്. കാരണം താൻ ഫോളോ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ള സംശയം തോന്നും. അത് സഞ്ജുവിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഉത്തപ്പയോട് പറയുന്നത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും.
അവിടെ സഞ്ജു സാംസൺ പറയുന്നുണ്ട് ചേട്ടാ എനിക്ക് ആദ്യമാണെന്ന്. അവിടെയൊക്കെ ആ ന്യൂസിലൻഡുമായിട്ടുള്ള സീരീസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സഞ്ജുവിൻ്റെ മുഖത്തുള്ള ഭാവം. സഞ്ജു വളരെ നിരാശനായിട്ടിരിക്കുന്നു. സഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ഗ്ലൗസ് വാങ്ങി ഇഷാൻ കിഷനെ ഏൽപ്പിക്കുന്നു. ആ ഒരു സമയത്ത് സഞ്ജുവിൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത്? താൻ വേൾഡ് കപ്പിന് പുറത്താവുമോ? ഒരുപക്ഷെ ആ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുത്തത് തന്നെ ആ കീപ്പിംഗ് ഗ്ലൗസ് ഇഷാൻ കിഷന് നൽകിയത് മുതലാണ്. അവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് സഞ്ജുവിന് തന്നെ മനസ്സിലാവും. തന്നെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള തീരുമാനം. ഞാനാണെങ്കിൽ ആ സമയത്ത് ആ കളിയൊക്കെ ഓഫ് ചെയ്ത് വേറെ പല കാര്യങ്ങളിലോട്ടും പോയി. കാരണം സഞ്ജു ബാറ്റിങ്ങിന് ഇറങ്ങുന്ന നമുക്ക് ഇല്ലാത്ത പ്രഷറാണ് വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ വിഷമം പോലും നമ്മൾ കടിച്ചമർത്തി നിന്നു പോകും. എന്നാൽ സഞ്ജു ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്ന തോന്നലുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയുള്ളതല്ലേ, ഇത് സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്, അദ്ദേഹം കളിച്ചില്ലെങ്കിൽ ഔട്ടാവും, കളിക്കുന്നവർ ബാറ്റ് ചെയ്യട്ടെ എന്നൊക്കെയുള്ള തോന്നലുണ്ടാവുമെങ്കിലും സഞ്ജു സാംസൺ റൺ എടുത്തില്ലെങ്കിൽ നമുക്ക് എന്തോ പോലാണ്. സഞ്ജു സാംസൺ നേരത്തെ ഔട്ടാവുകയാണെങ്കിൽ അന്നത്തെ ദിവസം പോയതുപോലാണ് പലർക്കും. ഒരുപക്ഷെ വളരെ വൈകിയാണ് ആ സത്യം ഞാനും അറിഞ്ഞത്. ഞാനും ആ തരത്തിൽപ്പെട്ടൊരു വ്യക്തിയായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കും സൂര്യ അവസാനത്തെ ന്യൂസിലൻഡ് മത്സരത്തിൽ ഇഷാൻ കിഷനെ കീപ്പറായിട്ട് ഇറക്കിയപ്പോഴൊക്കെ ഞാൻ കളി കാണാഞ്ഞത്. കാരണം സഞ്ജു റണ്ണൊന്നും എടുത്തില്ല. ഓൾറെഡി ഈ സീരീസ് ഇന്ത്യ ജയിച്ചു. പിന്നീട് എന്തിനാണ് കളി കാണുന്നത് എന്ന തോന്നലായിപ്പോയി. അവിടേക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ സഞ്ജു നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്ത്, അതായത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ സീരീസിലോട്ട് പോയത്. അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ വ്യക്തമാണ്. സഞ്ജുവിൻ്റെ കൂടെയുള്ള പലരും അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. സഞ്ജുവിന് നെറ്റ്സിൽ ബോൾ ചെയ്ത് കൊടുക്കുന്നവരൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സഞ്ജു നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. ഫോം ഔട്ടാണോ അതോ സെലക്ഷൻ ഓഫ് ഷോട്ട് ശരിയല്ലയോ എന്നുള്ളതൊക്കെ ആയിരുന്നു പലർക്കും സംശയം. അവിടെയൊക്കെ ഒന്നേ സഞ്ജുവിൻ്റെ കളി കണ്ടിട്ടുള്ളവർക്ക് പറയാൻ കഴിയത്തുള്ളൂ. അതായത് സഞ്ജു ഇങ്ങനെയാണ്, ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, ചില സമയത്ത് ആർക്കും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ തന്നെയായിരിക്കും സഞ്ജു ബാറ്റ് ചെയ്യുന്നത്. അത് സഞ്ജുവിനെ പോലെ തന്നെ പലരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ സഞ്ജുവിനുള്ള ആരാധകരുള്ളതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഹേറ്റേഴ്സും സഞ്ജുവിനുണ്ട്. അവർ പക്ഷേ ഓർത്തില്ല അഭിഷേക് വേൾഡ് കപ്പിൽ ഇത്രമാത്രം മോശമായിട്ടുള്ള രീതിയിൽ ഓപ്പണിംഗ് ചെയ്യുമെന്ന്. എത്ര കളിയിലാണ് ഡെക്കായത്? അദ്ദേഹത്തിൻ്റെ ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ 15-ൽ താഴെയാണ്. അതായത് ഒരു വേൾഡ് നമ്പർ 1 ബാറ്റ്സ്മാൻ്റെ ആവറേജാണ് വേൾഡ് കപ്പിൽ 14-ൽ താഴെ. തുടർച്ചയായിട്ടുള്ള ഡെക്ക്, അതുപോലെ തന്നെ തിലകൻ്റെ ബാറ്റിങ്, അവിടെ എന്നും സഞ്ജുവിന് കിട്ടുന്നതിൻ്റെ അത്രയും ഹേറ്റ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ സഞ്ജുവിനോട് സ്നേഹമുള്ളവർ മാത്രമായിരിക്കും ആ കാര്യത്തെക്കുറിച്ചൊക്കെ വിമർശിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ടീമിനും അങ്ങനെ അഭിപ്രായമില്ല. അവരൊക്കെ നല്ല കളിക്കാരാണ്, എത്ര ഡെക്കായാലും അവർ ഇന്ത്യൻ ടീമിൽ കാണും എന്ന തരത്തിലാണ് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് തന്നെ പറഞ്ഞത്. പക്ഷേ സഞ്ജുവിൻ്റെ കാര്യത്തിൽ മറ്റൊന്നായിരുന്നു. 3-4 കളി ഫോം ഔട്ട് ആയപ്പോഴത്തേന് ടീമിന് വെളിയിലായി. പക്ഷേ 15 അംഗം ടീമിലുണ്ട് താനും. എന്നാൽ അഭിഷേകിൻ്റെയും തിലകൻ്റെയും കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവരെത്ര ഡെക്കായാലും എത്ര ഫോം ഔട്ട് ആയാലും ടീമിലുണ്ട് എന്ന് തന്നെയാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. അതായത് സഞ്ജു ഫോം ഔട്ട് ആയാൽ മാത്രം അതൊരു വലിയ കുറ്റം, മറ്റുള്ളവർ ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമേ അല്ല, അവർ ആ ടീമിൽ എന്നും കാണും എന്ന തരത്തിലായിരുന്നു. എന്ന് കരുതി സഞ്ജുവിനെ പൂർണ്ണമായിട്ട് അവഗണിച്ചു എന്നല്ല, ആ ഒരു രീതിയിലാണ് സഞ്ജുവിനെ സ്നേഹിക്കുന്നവർക്ക് തന്നെ തോന്നിയത്. പിന്നീട് സൂര്യകുമാർ യാദവിന് തന്നെ അത് മാറ്റി പറയേണ്ട അവസ്ഥ വന്നു. കാരണം സൗത്ത് ആഫ്രിക്കയോട് തോറ്റ രീതി, എല്ലാ ബാറ്റ്സ്മാൻമാരും ഫെയിലായി, നല്ല മാർജിനിൽ അങ്ങ് തോറ്റു. ആ സമയത്ത് ഇന്ത്യ വേൾഡ് കപ്പിൽ നിന്ന് വരെ ഔട്ടാവുമോ എന്നുള്ള ചോദ്യം വന്നു തുടങ്ങിയിരുന്നു. അവിടെ പിന്നെ വിന്നിംഗ് ടീമിനെയും കൊണ്ടൊന്നും നടക്കാൻ കഴിയത്തില്ല. ഇതിനിടയ്ക്ക് അഭിഷേകിന് പകരം സഞ്ജു സാംസനെ ഇറക്കിയിരുന്നു. അത് അഭിഷേകിന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ആയിരുന്നു. അന്ന് നല്ല സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു സാംസൺ 10-22 റൺ എടുത്തെങ്കിലും അതൊരു വലിയ സ്കോറാണോ എന്നുള്ള ചോദ്യമായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത്. അവിടേക്ക് ആലോചിക്കേണ്ടത് 8 ബാളിൽ 20-22 റൺ എടുക്കുക എന്ന് പറയുന്നത്, അതും ഓപ്പണിങ്ങിൽ ഇറങ്ങി നല്ലൊരു തുടക്കം നൽകുക എന്ന് പറയുന്നത് ഒരു ടീമിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതേ രീതിയിൽ ബാറ്റ് ചെയ്യുന്ന 2 പേരുണ്ടായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കളി കണ്ടവർക്ക് മനസ്സിലാവും. ആദം ഗിൽക്രിസ്റ്റും നമ്മുടെ വീരേന്ദർ സേവാഗും. അവരന്ന് കളിച്ചത് ഇന്നത്തെ സഞ്ജു സാംസൺ കളിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. വരിക, അടിക്കുക, പോവുക. അത് 25 റണ്ണായാലും 15 റണ്ണായാലും 30 റണ്ണായാലും അവർ നല്ല സ്ട്രൈക്ക് റേറ്റിൽ ഓപ്പണിംഗ് ചെയ്യുക. അങ്ങനെയുള്ള ഓപ്പണർമാരുള്ളത് കൊണ്ട് തന്നെ അവിടെ കൂറ്റൻ സ്കോറുകൾ ഉണ്ടാക്കാൻ ആ ടീമുകൾക്ക് കഴിഞ്ഞിരുന്നു. ഇന്ത്യക്കായാലും അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കായാലും. അവിടെയും ആലോചിക്കേണ്ടത് 20 റൺ എടുക്കുക എന്ന് പറഞ്ഞാൽ, അതും 8 ബാളിൽ 22 റണ്ണൊക്കെ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല തുടക്കം തന്നെയാണ്. പക്ഷേ വിമർശിക്കുന്നവർ പറയുന്നത് 20 റണ്ണല്ലേ എടുത്തോളൂ, ഈ 20 റൺ എടുത്താൽ ശരിയാവത്തില്ല എന്നാണ് പറയുന്നത്. എന്നാൽ മറുഭാഗത്തുള്ള 1-ാം നമ്പർ ബാറ്റ്സ്മാൻ എടുത്തതോ ഡെക്ക്. അതിനെ ആർക്കും വിമർശിക്കേണ്ട. സഞ്ജു സാംസൺ 20 റൺ എടുത്തതിനെയാണ് വിമർശിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് കുറേ നാളുകളായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നതും. പക്ഷേ അശ്വിനെ പോലുള്ളവരൊക്കെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ 20 റൺ എന്നൊക്കെ പറഞ്ഞത് ഒരു ടീമിന് നല്ലൊരു തുടക്കമാണ് എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. சஞ்சு சாம்சனோட வெரி இம்ப்ரெசிவ் ஸ்டார்ட் நமீபியாவோட ஆடி ஒரு அவுட் ஆனாரு.
பட் இந்த தடவை he looked I think slightly in better touch. அதாவது நான் கூட ஒரு ட்வீட் போட்டிருந்தேன், சஞ்சு சாம்சன் இஸ் லுக்கிங் இன் பிரிஸ்டீன் ஃபார்ம்னு. உடனே 24 ஒரு பிரிஸ்டீன் ஃபார்மா? அதுக்காக 240 ரன் அடிச்சா ஓகே உங்களுக்கு? அவ்வளவு போதுமா உங்களுக்கு? അതെ, അത്രയും മതിയോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്നലത്തെ ടീമിൻ്റെ ആ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ സഞ്ജു അല്ലാതെ ആരാണ് 30 റൺസിന് മേൽ സ്കോർ ചെയ്തത്? അവിടെയൊന്നും ആർക്കും ഒരു തർക്കമില്ല. ആ 25 റണ്ണ്, തിലകെടുത്ത 25 റണ്ണ് നല്ലതായിരുന്നു. 4 ബാളിൽ 8 റൺ എടുത്ത ദുബെ ഭയങ്കര കളിയായിരുന്നു, മാച്ച് വിന്നറായിരുന്നു. ഹാർദിക് പാണ്ഡ്യ 14 ബാളിൽ 16 എടുത്തത് നല്ല കളിയായിരുന്നു. അതിനെയൊക്കെ നല്ല രീതിയിൽ എടുത്തു പറയും. എന്നാൽ സഞ്ജു ഓപ്പണിങ്ങിന് ഇറങ്ങി 8 ബാളിൽ 20 റൺ എടുത്താൽ അതത്ര ശരിയായില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ട്. അത് വ്യക്തമായിട്ട് തെളിഞ്ഞതുമാണ്. ഒന്നുമില്ലെങ്കിൽ ആലോചിക്കണം, സഞ്ജുവിന് വേണ്ടിയല്ല കളിക്കുന്നത്, ടീമിന് വേണ്ടി മാത്രമാണ് കളിക്കുന്നത്. സഞ്ജുവിന് വേണ്ടി കളിക്കുകയായിരുന്നെങ്കിൽ പലതും സഞ്ജുവിന് നേടാൻ കഴിയുമായിരുന്നു. അവിടേക്ക് അതൊന്നും നോക്കാതെ ഒരു നല്ല തുടക്കം, ടീമിനെ നല്ലൊരു സ്കോറിൽ എത്തിക്കണം എന്ന് വിചാരിച്ചായിരിക്കണം അദ്ദേഹം അങ്ങനെ ബാറ്റ് ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ തകർച്ചകൾ വരും. 2-3 മത്സരങ്ങളിൽ ചിലപ്പോൾ ഡെക്കായെന്നോ ഇല്ലെങ്കിൽ കുറഞ്ഞ റൺസിലോ ഔട്ടായെന്നും വരും. അവിടേക്ക് വിമർശിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിലപ്പുറമാകുമ്പോഴാണ് അയാൾക്ക് തന്നെ താൻ ചെയ്ത് ഇത്രയും തെറ്റായിരുന്നു എന്നുള്ള തോന്നൽ വരുന്നത്. അത് അയാളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടി ബാധിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2020ல 24 runs of 15 balls you have got your team off to a rollicking start. உனக்கு அந்த ஸ்டார்ட் கிடைச்சிச்சு. 1.5 ஓவருக்கு மேல ஆடல ஓப்பனிங் பேர் ஒருத்தன் வந்து ஆடி இருக்கான். சரி, அதை அப்ரிஷியேட். அதாவது ரெண்டாவது என்னன்னா குத்தம், அதாவது நொட்ட நொல்ல சொல்ல எல்லாம் கிளம்பி வந்துடுறாங்க. ஒருத்தரை பாராட்டி இப்போ ஒருத்தர் ட்வீட் போட்டிருக்காரு, இந்த பேட்டிங் ஃபார்மை பார்த்து யாரும் ஏமாந்துடாதீங்க, ஜிம்பாப்வே டாக்டிக்கல் பிளண்டர்ஸ் நிறைய பண்ணிருக்காங்க, அடுத்த மேட்ச். cricket is a game of confidence, guys. நம்ம டீம் தான், they've taken a beating. யோசிச்சு பாருங்க, they've taken a beating. Now they will want confidence out of this game. So they've taken confidence out of the game சொல்றதை விட்டு இதுல நொட்டനുള്ള சொல்றது எனக்கு பெரிய விருப்பம் இல்ல. ഇവിടെയൊക്കെ അശ്വിനെ പോലുള്ളവരുടെ വാക്കുകൾ ഒരുപക്ഷെ സഞ്ജുവിന് ഊർജ്ജം പകർന്നിരിക്കാം. കുറച്ച് പേരുണ്ട് സഞ്ജു എന്ത് ചെയ്താലും അത് കാണാത്ത മട്ടിൽ നടിച്ചു പോകുന്ന ചിലർ. ഒരിക്കൽ ഡിവിലിയേഴ്സ് സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഈ വ്യക്തി IPL നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതും സെഞ്ചുറിയൊക്കെ അടിക്കുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് ബംഗ്ലാദേശിന് നേരെ സെഞ്ചുറി അടിച്ചപ്പോഴും ഡിവിലിയേഴ്സ് വിചാരിച്ചു അത് IPL മത്സരമാണോ എന്ന്. കാരണം സഞ്ജുവിനെ പോലുള്ള ബാറ്റ്സ്മാനെ ഇതുവരെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തെ അതിശയിപ്പിക്കുന്നതായിരുന്നു. ഇതുതന്നെയായിരുന്നു സ്റ്റീവ് സ്മിത്ത്, ഷെയ്ൻ വാട്സൺ, അതുപോലെ തന്നെ ഷെയ്ൻ വോൺ ഇവരൊക്കെ പറഞ്ഞിരുന്നത്. കാരണം ഇവർക്കൊക്കെ നേരിട്ട് നല്ല രീതിയിൽ സഞ്ജുവിനെ അറിയാം. അതിന് ഉദാഹരണമാണ് ഈ വേൾഡ് കപ്പിൽ തന്നെ വെടിക്കെട്ട് ബാറ്റ്സ്മാനായ ഹിറ്റ്മെയർ. ആ കളി ജയിച്ചതിന് ശേഷം സഞ്ജുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ആ വാക്കുകൾ മാത്രം മതി സഞ്ജുവിൻ്റെ ടാലൻറ്റ് ഇവർക്കെല്ലാം അറിയാമെന്നുള്ള കാര്യം. അതും ആലോചിക്കണം, രാജസ്ഥാൻ റോയൽസ് പോലൊരു ടീം സഞ്ജുവിനെ ഇത്ര നാളും നിലനിർത്തണമെങ്കിൽ പലരെയും അവരെ ഒഴിവാക്കിയെങ്കിലും സഞ്ജുവിനെ മാത്രം നിലനിർത്തിയത് അവർക്കറിയാം സഞ്ജുവിൻ്റെ ടാലൻറ്റ് എന്തുമാത്രം ഉണ്ടെന്ന്. അതുപോലെ തന്നെ ടീമിന് വേണ്ടിയാണ് സഞ്ജു കളിക്കുന്നതെന്നും വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ ഒരു ഇന്നിങ്സാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അവിടെ സഞ്ജു കൂടി ആ റൺ എടുത്തില്ലായിരുന്നെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്കേറെ ഇന്ത്യ വലിയ മാർജിനിൽ തോറ്റതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിനേരെയും അത്രയും മാർജിനിൽ തോറ്റുപോകാൻ. അതായിരുന്നു നടക്കേണ്ടത്. അത് നിങ്ങൾക്ക് ആ സ്കോർ ബോർഡും കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയേറെയുള്ള സ്കോർ ബോർഡും എടുത്തു നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ അത് ആരും പറയത്തില്ല. സഞ്ജുവിൻ്റെ ആ 97 അവിടെ നിന്ന് മാറ്റിയാൽ എന്താണ് സൗത്ത് ആഫ്രിക്കയെ ബാറ്റ് ചെയ്തത്, അതേ ഒരു രീതിയായിരുന്നു ഇന്നലെയും ഇന്ത്യ ഫോളോ ചെയ്തത്. ഇതിനി അടുത്ത മത്സരത്തിൽ ഇതുപോലെതാണ് പോകുന്നതെങ്കിൽ ഇന്ത്യ സെമി ഫൈനലിൽ ഔട്ടാകുമെന്നുള്ളതിന് ഒരു സംശയമില്ല. എന്ന് കരുതി ഈ ടീം വളരെ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. നല്ല ടീമാണ്, നല്ല പ്ലെയേഴ്സാണ് ഉള്ളത്. പക്ഷേ സൗത്ത് ആഫ്രിക്കയോട് തോറ്റ തോൽവി അതുതന്നെയായിരുന്നു ഇന്നലെ വെസ്റ്റ് ഇൻഡീസിനോടും ആവർത്തിച്ചത്. അത് നമുക്ക് മനസ്സിലാവും. സഞ്ജു ആ ക്രീസിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ റൺ റേറ്റിൽ അങ്ങോട്ട് മുന്നോട്ട് പോയതും അവിടെ ഒരു പ്രഷർ നമുക്ക് തോന്നാഞ്ഞതും. അല്ലാത്ത പക്ഷം ഇടവേളകളിൽ വിക്കറ്റ് വീഴുന്നുണ്ടായിരുന്നു. ആരും 30 റണ്ണിൽ കൂടുതൽ എടുത്തിട്ടില്ല. സഞ്ജുവിനെ വിമർശിക്കുന്ന രീതിയിലാണെങ്കിൽ 20 റണ്ണല്ലേ എടുത്തോളൂ എന്നുള്ള ചോദ്യം ചോദിക്കാം. പക്ഷെ ആരും ചോദിച്ചില്ല. എന്നാൽ സഞ്ജു 20 റണ്ണിന് ഔട്ടായിരുന്നെങ്കിൽ എല്ലാവരും ചോദിച്ചാനേ, സഞ്ജു ഓപ്പണിംഗ് കയറിയിട്ട് 20 റണ്ണല്ലേ എടുത്തോളൂ, എന്തുകൊണ്ട് ഔട്ടായി, സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ നിന്ന് മാറ്റണം എന്നുള്ള പരാതികൾ പലരും പറഞ്ഞാനേ. അവരുടെ പേര് പറയാത്തത് അവരുള്ള റെസ്പെക്റ്റ് കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ സഞ്ജുവിൻ്റെ ആ 97 റണ്ണില്ല, സഞ്ജു നേരത്തെ തന്നെ ഔട്ടായിരുന്നു എങ്കിൽ ഇന്ത്യ വളരെ ദയനീയമായിട്ട് തോറ്റുപോകാനെ. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ആ സമയത്ത് 4 ബാളിൽ 8 റൺ എടുത്താലോ ഇല്ലെങ്കിൽ 15 ബാളിൽ 27 റൺ എടുത്താലോ ഒന്നും ഒരു കാര്യവും നടക്കത്തില്ല. മറ്റുള്ളവർ വന്നു, എന്തോ കാണിച്ചു, പോയി. ആ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. തിലക് വർമ്മ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു ഇരുന്നത്. പക്ഷേ ആ ഒരു ഷോട്ട്, ആ സമയത്ത് ആ ഒരു ഷോട്ടിനെ വിമർശിക്കുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ 4 ബാളിൽ 8 റൺ എടുത്തത്, അത് സഞ്ജു എടുത്ത 97 റണ്ണിനേക്കാളും വലിയൊരു ഇമ്പാക്റ്റ് ആണെന്ന് പറയുന്നത്
ഒട്ടും യോജിക്കാൻ കഴിയത്തില്ല. കാരണം സഞ്ജു ലാസ്റ്റ് ഓവറിൽ 2 ബാളിൽ തന്നെ ഒരു 6 ഒരു 4 അടിച്ചിരുന്നു. അതിലും വലുതല്ലല്ലോ സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ 8 റൺ എടുക്കുന്നതും. അവിടെ ഒരു ഫിനിഷർ ചെയ്യേണ്ട കാര്യം മാത്രമാണ് ദുബൈ ചെയ്തത്. എന്നാൽ സഞ്ജു ആ രീതിയിലാണ് ബാറ്റ് ചെയ്തത്. ഓപ്പണിംഗ് ഇറങ്ങിയ വ്യക്തി ഓപ്പണിംഗ് നല്ല രീതിയിൽ ചെയ്തു, അതിനുശേഷം മിഡിൽ ഓർഡർ നല്ല രീതിയിൽ ചെയ്തു, അതിനുശേഷം ഫിനിഷിങ്ങും നല്ല രീതിയിൽ ചെയ്തു. 3 തലങ്ങളിലും ബെസ്റ്റ് തന്നെ കൊടുത്താണ് സഞ്ജു ആ 97 റൺ എടുത്തത്. അതും ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ചേസ് മാസ്റ്ററായ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് വരെ തകർത്താണ് സഞ്ജു 97 റൺ എടുത്തത്. അതിനെ വില കൽപ്പിക്കാതെ പോകുമ്പോൾ സഞ്ജുവിനെ സ്നേഹിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പലരും ഇപ്പോൾ സഞ്ജുവിനേക്കാളും വലിയ ഇന്നിങ്സാണ് ദുബൈ കാണിച്ചതും ഹാർദിക് പാണ്ഡ്യ ചെയ്തതും ബുംറ കാണിച്ചു കൂട്ടിയതും എന്നൊക്കെയാണ് പറയുന്നത്. ബുംറ കാണിച്ചു കൂട്ടിയതും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ 18ാമത്തെ ഓവറിൽ ബുംറ 12 റണ്ണ് വഴങ്ങി, ലാസ്റ്റ് ഓവറിൽ ബുംറ 14 റണ്ണ് വഴങ്ങി, ഏകദേശം 26 റണ്ണ് വരെ ബുംറ വഴങ്ങിയതാണ്. അതായത് ഡെത്ത് സ്പെഷ്യലിസ്റ്റ് ബൗളർ എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ ബുംറയെ വിമർശിക്കുകയല്ല, ബുംറ വേൾഡ് ക്ലാസ് ബൗളർ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇത്ര റണ്ണ് കൊടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ബുംറ എറിയുന്ന രീതിയിലല്ല ബുംറ എറിഞ്ഞത്. സാധാരണ രീതിയിൽ ബുംറ ഇത്രയും റണ്ണ് കൊടുക്കത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്കണോമി ഇതിലും താഴെയായിരുന്നു. എന്നാൽ ഇന്നലെ അദ്ദേഹം അതിലപ്പുറം റണ്ണ് കൊടുത്തിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് അല്ല അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടാൻ. ഒരുപക്ഷെ സഞ്ജുവിൻ്റെ പേര് പറയാൻ വയ്യാത്തത് കൊണ്ട് ബുംറയുടെ പേരും ഹാർദിക്കിൻ്റെ പേരും ദുബൈയുടെ പേരും ഒക്കെ പറയുന്നതാണോ എന്നുള്ളതും സംശയിച്ച് പോകേണ്ടിയിരിക്കുന്നുണ്ട്. ആ സംശയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളവരെ കളിയും വിമർശിക്കുന്നത്. അല്ലാതെ അവരൊന്നും മോശം കളിക്കാരാണെന്ന് പറയുന്നില്ല. ഇന്നലത്തെ കളി ജയിക്കാൻ സഞ്ജു സാംസൺ തന്നെയാണ് കാരണം, അല്ലാതെ മറ്റാരുമല്ല. അതിന് മറ്റൊരാളുടെ പേര് പറഞ്ഞ് സഞ്ജു ഇന്നലെ എടുത്ത 97 റണ്ണിനെ ചെറുതാക്കി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെയും വിമർശിക്കും. അത്രമാത്രം. അല്ലാതെ ബുംറയും ദുബൈയും പാണ്ഡ്യയും തിലകും അഭിഷേകും ഒന്നും മോശം കളിക്കാരല്ല. ഈ ടീമിലുള്ളവരെല്ലാവരും വേൾഡ് ക്ലാസ് പ്ലെയേഴ്സാണ്. പക്ഷേ ഇന്നലത്തെ കളിയിൽ കുറേ പോരായ്മകളുണ്ടായിരുന്നു. 3 ക്യാച്ച് അഭിഷേക് കളഞ്ഞു. അതുപോലെ തന്നെ പവർ പ്ലേ നല്ല രീതിയിൽ പന്തെറിഞ്ഞെങ്കിലും ഡെത്ത് ഓവറുകളെല്ലാം നല്ല രീതിയിൽ റൺസ് കൊടുത്തു. ഫീൽഡിങ് മോശമായിരുന്നു. ബാറ്റിങ്ങിൽ സഞ്ജു ഒഴികെ ബാക്കിയുള്ളവർക്ക് ആർക്കും നല്ല രീതിയിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. ചിലർ മാത്രം 10-25 റൺസ് എടുത്തു എന്നൊഴിച്ചാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്താണ് ഇന്ത്യ കളിച്ചത് അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ സഞ്ജു ആ 97 റൺ എടുത്തതുകൊണ്ട് മാത്രം അത് ആർക്കും മനസ്സിലായില്ല എന്നുള്ളത് വേണം എടുത്തു പറയാൻ. അവിടെയൊക്കെ സഞ്ജുവിൻ്റെ ആ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ നല്ല മാർജിനിൽ തന്നെ തോറ്റാനെ. ഇനി സെമി ഫൈനലിലും ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി സഞ്ജുവിനെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരും വരേണ്ട ആവശ്യമില്ല. അടുത്ത കളി ഇനി ചിലപ്പോൾ ഡെക്കായാലും സഞ്ജു തുടരുക തന്നെ ചെയ്യും. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.